പത്തനാപുരം കലഞ്ഞൂർ പാടത്ത് കൊല്ലപ്പെട്ട വൈഷ്ണയുടെ 2 മൊബൈൽ ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. കൊല്ലപ്പെട്ട വിഷ്ണുവും ബൈജുവും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നത് അറിയില്ലെന്ന് ബന്ധുക്കൾ പോലീസിന് മൊഴി കൊടുത്തു. അതിനിടെ പ്രതി ബൈജുവിനായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. കൂടുതൽ നിന്ന് എ വി ജയശങ്കർ വിവരങ്ങളുമായി ചേർന്നു. പറയൂ ജയശങ്കർ. ഗുഡ് മോർണിംഗ് എസ് കെ. എന്തായാലും കലഞ്ഞൂർ പാടത്തെ ഇരട്ട കൊലപാതകം വലിയ തോതിൽ പത്തനംതിട്ടയെ ഞെട്ടിച്ചിട്ടുണ്ട്. ഈ കൊലപാതകത്തിന് പിന്നാലെ ഇവരുടെ മക്കൾ ഉൾപ്പെടെ അനാഥരാകുന്ന വലിയ വിഷമകരമായ സാഹചര്യമാണ് അവിടെ വീട്ടിലുള്ളത്. നമ്മൾ അത്തരം ദൃശ്യങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് അവിടെ നിന്ന് മടങ്ങിയത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് വിശദമായ അന്വേഷണത്തിനാണ് നിലവിൽ ഒരുങ്ങുന്നത്. ഈ വൈഷ്ണയുടെ 2 മൊബൈൽ ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് പോലീസ് അയക്കും. ഈ ബൈജുവിൻ്റെ മൊഴിയിൽ ഇത്തരത്തിൽ ഈ വൈഷ്ണയ്ക്ക് അത്തരത്തിൽ മറ്റു ചില ബന്ധങ്ങൾ ഈ വിഷ്ണുവുമായി ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ള പരാമർശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളൊക്കെ പരിശോധിക്കാനും ഉറപ്പിക്കാനൊക്കെയാണ് ഈ ഫോണൊരു ശാസ്ത്രീയ പരിശോധനയ്ക്ക് പോലീസ് നൽകുന്നത്. ഇന്ന് എന്തായാലും ഈ ഫോണ് നടപടികൾ പൂർത്തീകരിച്ച് പരിശോധനയ്ക്ക് അയക്കാനാണ് പോലീസിൻ്റെ തീരുമാനം. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ബൈജുവിനെ കുറച്ചധികം ചോദ്യം ചെയ്യണമെന്നൊരു നിലപാടാണ് പോലീസിനുള്ളത്. ഒപ്പം തന്നെ തെളിവുകൾ ഉൾപ്പെടെ പൂർത്തീകരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിക്കായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി തുടർ നടപടികൾ സ്വീകരിക്കാനാണ് പോലീസിൻ്റെ തീരുമാനം. ഒപ്പം തന്നെ ഈ കൊല്ലപ്പെട്ട വിഷ്ണുവും ഒപ്പം തന്നെ ഈ ബൈജുവും തമ്മിൽ മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി അറിയില്ല എന്ന് ബന്ധുക്കൾ ഇതിനോടകം തന്നെ മൊഴി നൽകിയിട്ടുണ്ട്. ഇവർ അടുത്ത സുഹൃത്തുക്കളായിരുന്നു, അവസാന ദിവസം പോലും ഒരുമിച്ച് ജോലി ചെയ്തവരായിരുന്നു. അങ്ങനെ ഇവർക്കിടയിൽ എന്ത് സംഭവിച്ചെന്നൊരു പ്രശ്നം ബന്ധുക്കൾക്കിടയിലുണ്ട്. ഇത് ഇവർ മൊഴിയായി തന്നെ പോലീസിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ബൈജുവിൻ്റെ മൊഴി പക്ഷേ നേരെ തിരിച്ചാണ്. ഇത്തരത്തിൽ ഭാര്യയോടുണ്ടായ സംശയം അത് കൊലപാതകത്തിലേക്ക് നയിച്ചു. പെട്ടെന്നുണ്ടായ പ്രകോപനമാണ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇനിയും വ്യക്തത വരാനുണ്ട്. പക്ഷേ പെട്ടെന്നൊരു പ്രകോപനത്തിൽ ഇരട്ടക്കൊലയ്ക്കൊന്നും ആരും മുതിരില്ല എന്നൊരു വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ട്. വലിയ പക നിലനിൽക്കുന്നത് ഇന്നലെ പോസ്റ്റ്മോർട്ടം ഒക്കെ പൂർത്തിയായപ്പോൾ കഴുത്തിലേറ്റ വെട്ടാണ് ഇത്തരത്തിൽ മരണകാരണം എന്നൊക്കെ വ്യക്തമായിരുന്നു. അപ്പോൾ ഒറ്റ വെട്ടിന് കഴുത്തിൽ വെട്ടിക്കൊലപ്പെടുത്തണമെങ്കിൽ ചെറിയ തയ്യാറെടുപ്പുകൾ അത്രമാത്രം പകയൊക്കെ നിലനിൽക്കാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ശാസ്ത്രീയ പരിശോധന ഫലം വന്നാൽ കുറച്ചധികം വിവരങ്ങൾ ലഭ്യമാകും. ഒപ്പം തന്നെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചും ഒരു പരിശോധന ഉണ്ടാകും. ആദ്യഘട്ടത്തിൽ പോലീസ് സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചാണ് പറഞ്ഞത്. പിന്നീട് ഈ ബൈജുവിൻ്റെ മൊഴിയിലാണ് ഇത്തരത്തിൽ ഭാര്യയോടുള്ള സംശയം എന്നൊരു ഘടകം വന്നത്. എന്തായാലും സാമ്പത്തിക ഇടപാടുകൾ ബൈജുവിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചും പോലീസ് പരിശോധന നടത്തും. എസ് കെ. ഓക്കെ, താങ്ക് യു. എ വി ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. കൂടലിൽ നടന്ന കൊലപാതകത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനിരിക്കുന്നതേ ഉള്ളൂ.